പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ മുസ്ലിയാർ, മഞ്ഞനാടി ഉസ്താദ്, അവറാൻ മുസ്ലിയാർ, കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയ പ്രമുഖർ എല്ലാം ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ചരിത്രത്താളുകളിൽ ഇന്നും അത് തിളങ്ങി നിൽപ്പുണ്ട്. ഷെറിയയുടെ പാവനമായ മണ്ണിനെ ഒന്നുകൂടി പവിത്രമാക്കുന്നുണ്ട് ഇവിടുത്തെ പള്ളി ദർസുകൾ. സന്ധ്യമയങ്ങുന്ന നേരങ്ങളിൽ ഇവിടെ നിന്ന് ഖുർആൻ പാരായണങ്ങളുടെ സുന്ദരമായ ശബ്ദമുയരുമ്പോൾ നാട്ടിൽ റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശും. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഷെറിയ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ദർസ് പഠനം ആരംഭിച്ചു. അന്ന് 50ഓളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. ബായാർ അബ്ദുള്ള മുസ്ലിയാർ ആയിരുന്നു സ്ഥാപക മുദരീസ്. പിന്നീട് മാണിക്കോത്ത് ഉസ്താദ്, മൊഗ്രാൽ ഫലൽ ഉസ്താദ്, സുലൈമാൻ സഖാഫി ദേശാംകുളം തുടങ്ങിയ പണ്ഡിതരും ദർസ് പഠനത്തിന് നേതൃത്വം നൽകി. മതം പഠിപ്പിക്കുമ്പോഴാണ് മനുഷ്യ മനസ്സ് നന്മയിലേക്ക് നടന്നു പോകുന്നത്. മതപഠനം ഇരുലോകത്തും മനുഷ്യന് വിജയത്തിലേക്ക് നയിക്കുന്നു. മതബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുവാനായി സ്ഥാപിതമായ ഷെറിയ മദ്രസയ്ക്ക് വിജയത്തിന്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. 1954 ഷെറിയ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ കീഴിൽ സലാമത്തുൽ ഇസ്ലാം മദ്രസ സ്ഥാപിതമായത്. ആദ്യം ഓലമേഞ്ഞതായിരുന്നു മദ്രസ. പിന്നീട് ഓടിട്ട കെട്ടിടത്തിലേക്ക് മാറുകയും ഒടുവിൽ 2 നില കോൺക്രീറ്റ് കെട്ടിടമായി ഉയരുകയും ചെയ്തു. ഇന്ന് 250ഓളം കുട്ടികളാണ് ഇവിടെ ആത്മീയ വിദ്യാദാനത്തിന്റെ മധുരം നുണയുന്നത്. അച്ചടക്കമുള്ള വിദ്യാർത്ഥികളും ആത്മീയതയുടെ അന്തരീക്ഷവും നാടിന്റെ നല്ല മുഖങ്ങളിൽ ഒന്നാണ്. നീണ്ടുപോകുന്ന ഈ ദേശീയപാത കണ്ടില്ലേ? ഗ്രാമീണതയുടെ മനോഹാരിതയിൽ നിന്നും ഇത് ഷെറിയയെ നഗരത്തിന്റെ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുന്നു. ചീറിപ്പായുന്ന വാഹനങ്ങളും ആധുനിക സുഖസൗകര്യങ്ങളും ഹൈവേയുടെ സമ്മാനമാണ്. തീവണ്ടി